സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകമായി കാണണം, ഷെയർ ചെയ്യുമാണ്. ഈ യുക്തിവാദി ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന യുക്തിവാദി മണ്ടനായ ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി അവിടെയുള്ള ആളുകൾ മണ്ടനാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ഇവൻ പരിശുദ്ധ ഖുർആനിൽ, ലോകത്തിലുള്ള പരിശുദ്ധ ഖുർആനിൽ മുഴുവനും, ഒരു മുസ്ലിങ്ങൾ മുഴുവനും, ലോകത്തിലുള്ള മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അത് നിങ്ങൾ എവിടെ പോയാലും ഒരേ ഖുർആൻ ആയിരിക്കും. ഇവൻ വിചാരിച്ചത് എന്താ, ലണ്ടനത്തെ ഖുർആൻ വേറെയാണെന്നാ. ഇവൻ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? ഒരു പിതാവിന് മകളെ കല്യാണം കഴിച്ചുകൊണ്ട് ആ മകളുമായി ക്ഷയിക്കാമെന്നുണ്ട് എന്ന് ഇവൻ സ്ഥാപിച്ചു. അതിനെന്താ നിങ്ങളെ മറുപടി എന്ന് ചോദിച്ചേ. അവരെടുത്തേക്ക് ചോദിച്ചു, നീ ആ പറഞ്ഞ വചനം ആദ്യം കാണിച്ചോണ്ടാ. അതിൽ പറഞ്ഞു, ഇവിടെ തന്നെ ഞാൻ പിന്നല്ല ഇപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് കാണിച്ചോണ്ട, കാരണം ഈ സ്പോട്ടിൽ വെച്ചിട്ടാണ് നീ സംസാരിച്ചത്. അത് മാത്രമല്ല, നീ ലണ്ടൻക്ക് വന്നത് തന്നെ ഇസ്ലാമിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ലോകർക്ക് നിന്റെ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നീ വന്നത്. അതുകൊണ്ട് എത്തട്ടെ ലോകർക്ക് സന്ദേശം, ലോകർ അറിയട്ടെ, ലോകർ മുഴുവൻ അറിയട്ടെ നീ പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് കാണിച്ചോണ്ടാ വീഡിയോ, ആയത്ത് കാണിച്ചോണ്ടാ. നെറ്റില്ലാറിഞ്ഞു, ഇന്റർനെറ്റ് ഇല്ലാറിഞ്ഞു അവന്റെ ഫോണിലെ കുറെ തെരഞ്ഞിട്ടേ, കാരണം അങ്ങനത്തെ ഒരു ആയത്തില്ല. ശരി, എന്നിട്ടോ അവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇതാക്കണ നെറ്റ് ഞങ്ങളെ ഫോണിൽ കാണിച്ചോണ്ടാർ. അപ്പൊ എന്താ, തോറ്റ് എന്ന് മനസ്സിലാക്കിയ ഇവന്റെ ചങ്ങായിമാര്, കൂടുതൽ ആൾക്കാരുണ്ടായിന്, കുറെ ക്യാമറകൾ ഉണ്ടായിന് ഇവരെ കൂടെ. എന്തിന്? ഇസ്ലാമിനൊന്ന് കളിയാക്കാൻ. പക്ഷെ ഇവരൊക്കെ തൂറി തേമ്പിയ മാതിരി ആയിപ്പോയി. ഇവരെ മുഖത്തൊച്ചൊക്കെ തൂറി തേമ്പി തേച്ച പോലെ ആയില്ലേ. ഓടി രക്ഷപ്പെട്ടു. ഇവന്റെ കൂട്ടുകാർ പറയണ ഹിന്ദിയിൽ കേൾക്കാം, ഭാഗിദർ സേ ഭാഗ്, ഭാഗിദർ സേ ഭാഗ്. അല്ല മറ്റോലും പറയുന്നുണ്ട്, ഭാഗോ ഭാഗോ എന്ന് പറയുന്നുണ്ട്, ഓടുക. അതെന്നാ മലയാളക്കാർക്ക് തിരിയില്ല എന്നാ വിചാരിച്ച്? മലയാളക്കാർക്കൊക്കെ തിരിയും. എന്നിട്ട് ഇവ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. എന്താണ് സംഭവിച്ചത് എനിക്ക് ലണ്ടനിൽ? അതൊന്ന് കേൾക്കാം, അവന്റെ മണ്ടത്തരം. അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അറിയാലോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊരു ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒച്ചയും ബഹളവും, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ചെറിയ പിള്ളേര്, മുസ്ലിം പിള്ളേർ, മുസ്ലിം പയ്യന്മാർ പച്ച നുണ പറയണൊക്കെയാണ് നിങ്ങളെ അല്ലേ? ഒരു ഉളിപ്പമാണല്ലോ ഒരു മനുഷ്യന് പച്ച നുണ പറയാന്. നിറയെ ആൾക്കാരില്ലോടത്തേക്കല്ല ചങ്ങായിച്ച് പോയത്. നിറയെ ആൾക്കാരടിയിൽ ഇസ്ലാമിനെ വഷളാക്കാനല്ലേ ചങ്ങായി നീ പോയത്. എന്നിട്ട് ഇവിടെ നിന്നുകാണ്ട് ഒറ്റക്ക് നിങ്ങാണ്ട് പച്ച നുണ പറക്കാണ്ട് ബാക്കിലും എന്റെ ഇസ്രായേലിന്റെ കൊടി, പക്ക ജൂതനാണ് ഈ ചങ്ങായി. എന്നിട്ട് ഇപ്പൊ പറയണെന്താണ്? അവിടെ കുറെ ആൾക്കാർ കൂടാൻ തന്നെയല്ലേ നീ പോയത്? ഒന്നുകൂടി കേൾക്കുക. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അറിയാലോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊരു ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒച്ചയും ബഹളവും, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ചെറിയ പിള്ളേര്, മുസ്ലിം പിള്ളേർ, മുസ്ലിം പയ്യന്മാർ വന്ന് നമ്മളെ തെറികൾ മദർ ഫക്കർ എന്ന് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ബാക്കിൽ നിന്നിട്ട്. ഇതാണ് അവിടുത്തെ ദീനി സഹോദരങ്ങളുടെ യഥാർത്ഥ തനിരൂപം എന്ന് പറയുന്നത്. ഇത് ബാക്കിൽ നമ്മൾ കേൾക്കുന്നു, ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് തെറിവിളികൾ നമ്മൾ കേൾക്കുന്നു. പിന്നെ ഇതുകൂടാതെ നമ്മളുടെ കൂടെയുള്ള ആളുകൾ പറയുന്നു, ആരിഫെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇവിടെ ആള് കൂടുന്നുണ്ട്, ഇവിടെ പ്രശ്നമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ആരിഫെ രക്ഷപ്പെട്ടോ, ഇവിടെ ആൾക്കാർ കൂടുന്നുണ്ട്, ആരിഫെ രക്ഷപ്പെട്ടോ, തടി എടുത്തല്ലേ തടി വടക്കാകണ്ടിനാണ് എന്റെ തടി വടക്കാകണ്ടിന്. എന്തോടെ അറിയോ, ഇവ ഇല്ലാത്ത കാര്യം പരിശുദ്ധ ഖുർആനിൽ ഇട്ടുകയറി. ഇവന്റെ വിചാരത്തിൽ ഇന്ത്യയില് ഇവർ മുക്കിലിരുന്നാണ്ട് സംഖ്യാളിയും ക്രിസംഖ്യാളൊപ്പം നിന്നാണ്ട് പറയാണെന്നാ. അല്ല, നീ പോയത് ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ടാ. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. എത്ര വൃത്തികെട്ട വാക്കാടാ നീ പറഞ്ഞത്, എത്ര വൃത്തികെട്ട വാക്ക്. ഒരു സ്വന്തം പിതാവ് ഒരു മകളെ കല്യാണം കഴിച്ചുകൊണ്ട് അവളെ കൂടെ ക്ഷയിക്കാമെന്ന് പറഞ്ഞത് നിസാരക്കാരിയാ? എന്നിട്ട് പച്ച നുണ മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യണെന്ന് തന്നെ നീ സമർത്ഥിക്കാൻ നോക്കിയത്. എന്നിട്ട് അവിടെ തെറി വിളിക്കണം എന്നെ, പച്ച നുണ പറയണ നുണച്ചി. ഈ സ്ഥലം സ്പീക്കേഴ്സ് കോർണറിൽ മുൻകാലങ്ങളിൽ കത്തിക്കുത്ത് വരെ നടന്നിട്ടുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ അവിടെ മാത്രല്ല കത്തിക്കുത്ത് കിടന്നിക്ക. എന്താ ഇന്ത്യയിൽ കത്തിക്കുത്ത് കിടക്കില്ലേ? വേറെ രാജ്യത്ത് കത്തിക്കുത്ത് കിടക്കണില്ലേ? വെറുതെ തട്ടി വിടണ്ട. എനിക്കത് അറിയില്ല. ഇല്ല ഇപ്പോഴെങ്കിലും നീ കാണിക്കണ്ട അത് ആയത്ത്. നീ പറഞ്ഞ ആയത്ത് ഇപ്പോഴെങ്കിലും നീ കാണിക്കണ്ടേ?
അതങ്ങനത്തെ ഒരു ആയത്തില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചോദിച്ചതെന്നല്ല നീ മാന്യമായിട്ട് പറയണ്ടേ. എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ഇസ്ലാമിൽ ഖുർആനിൽ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു നുണ പറഞ്ഞു. ആ നുണ പറഞ്ഞപ്പോൾ എന്നെ പിടിക്കപ്പെട്ടപ്പോൾ ആൾക്കാർ കൂടാൻ തുടങ്ങി. എന്നെ സമ്മർദ്ദമായി, എനിക്ക് പേടി തോന്നി, ഭയം തോന്നി. ഞാനിതാ ഓടുന്നു. എൻ്റെ കൂട്ടയുള്ള ആളുകൾ പറഞ്ഞു, ഓടിക്കോ, ഭാഗ് ആരിഫ്, आरिफ भाग इधर से, आदमी लोग आ रहे हैं, आदमी लोग घूम रहे हैं, तुम्हारे पीछे आदमी लोग है, तुम अगर सच नहीं बोलोगे तो तुमको भागना पड़ेगा, भाग आरिफ भाग. ഇങ്ങനെയല്ലേ പറഞ്ഞേ? ഓടിക്കോ ആരിഫേ, ഓടിക്കോ, നിന്റെ അടുത്ത് എന്തില്ല, നീ പറഞ്ഞ നുണയാണ്, കളവാണ്. ഇത് ഇന്ത്യ അല്ല. ഇന്ത്യയിൽ നീ റൂമിൽ ഇരുന്നാണ്ട് പറയണ നുണയല്ല. ഇവിടെ നീ കാണിച്ചു കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ തടി വടക്കാകും. ഓടിക്കോ ആരിഫേ, ഓടിക്കോ. അങ്ങനെയല്ലേ ഓടിയത്? എന്നിട്ട് ഇപ്പൊ പറയുന്ന വാക്കാണ്, കേട്ടോളി. ദീനി സഹോദരങ്ങൾ സമാധാനപൂർവ്വമായിട്ട് ചർച്ച ചെയ്യാൻ വരുന്ന ആളുകളുടെ മുന്നിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ മുന്നിൽ ഉത്തരം മുട്ടി കഴിയുമ്പോൾ അവരെന്താ ചെയ്യുക? അവർ കത്തി പുറത്തെടുക്കുന്നു, കുത്തുന്നു. അതുകൊണ്ട് പച്ച നുണ പറയണൊക്കെ നിങ്ങള്. ഈ മുസ്ലിങ്ങളോട് തോറ്റിട്ടേല് ഏത് വിവരമില്ലാത്ത കണ്ടാലും ഇത് മനസ്സിലാവും. എന്താ ഇത് ഇന്റർനെറ്റിൽ പിടിച്ചു കഴിഞ്ഞ ആരിഫേ, അനക്ക് ഇനി നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. നീ നുണ പറയുന്നിടത്തോളം നീ തോൽക്കുക തന്നെ ചെയ്യുള്ളൂ. അവിടെ ആരും കത്തിയെടുത്തിട്ടില്ല, കുത്തിയിട്ടില്ല, നിന്നോട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നിന്റെ അടുത്തതിന് മറുപടി ഇല്ലാതെ നീ ഓടി. എന്നിട്ട് മുസ്ലിങ്ങൾ കത്തിയെടുക്കും, കുത്തും. അങ്ങനെ എന്തിനാ പോണേ? കത്തിയെടുത്ത് കുത്തുന്നതിന്റെ എന്തിനാ പോണേ? കുത്ത് കിട്ടണ കാര്യം പറഞ്ഞാണ്ട് ഓരോരുത്തർക്ക് പോണ എന്തിനാ? പറയുന്ന ഒരു ആൾക്കാണ് കുത്ത് മുന്നേ കൊണ്ടിട്ടുള്ളത്. ഇതേ സ്ഥലത്ത് വെച്ച് സ്പീക്കേഴ്സ് കോർണറിൽ വെച്ചത് തന്നെ സംഭവിച്ചുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ജീവനിൽ നമുക്ക് ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ട ആളുകൾക്ക് ഇത് അറിയാവുന്നുണ്ട്. ആളുകൾ എന്നോട് വന്ന് പറയുന്നു, ആള് കൂടുന്നുണ്ട്, പ്രശ്നമാവുന്നുണ്ട്, വയലന്റ് ആവുന്നുണ്ട്, അഗ്രസീവ് ആവുന്നുണ്ട്. സോ വി നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ്. അഗ്രസീവ് ആകുന്നുണ്ട്. എന്തുകൊണ്ടാവുന്നുണ്ട്? ഇപ്പൊ ആരെങ്കിലും നിങ്ങളൊരു വേദഗ്രന്ഥത്തില് ഇല്ലാത്ത വേണ്ട, ഞാൻ ഒരു ക്രിസ്ത്യാനികളാകട്ടെ ഹിന്ദുക്കളാകട്ടെ, അങ്ങനെ വേദഗ്രന്ഥത്തില് സ്വന്തം അച്ഛന് മകളേറ്റു ക്ഷയിക്കാന്നും ഞാൻ പറയണമെന്ന് കൂട്ടുക. അങ്ങനെ പറഞ്ഞാല് നിങ്ങൾ ചോദിച്ചൂലേ, കാണിച്ചോണ്ടടാ, കാണിച്ചു തരൂലേ? ഞാൻ ഇപ്പൊ ബൈബിളിൽ അങ്ങനെ ഒന്നും ഉണ്ട് ഇപ്പം പറയാം. ഇപ്പൊ ഖുർആനിലാണല്ലോ പറഞ്ഞേ, ബൈബിളിൽ ഇങ്ങനെ ഉണ്ട്, അച്ഛന് സ്വന്തം മകളെ കല്യാണം കഴിച്ചുകൊണ്ട് ക്ഷയിക്കാം. രാമായണത്തിലുണ്ട് സ്വന്തം ക്ഷയിക്കാം. ഇങ്ങനെ പറഞ്ഞാല് നിങ്ങൾ വിടുവോ? ആരും വിടൂല. എന്നിട്ട് പച്ച നുണ പറയാണ് ഇപ്പൊ. ഫിയർ എന്ന് നമ്മളോട് ചെവിയിൽ വന്ന് പറയുന്നു. അപ്പൊ അത് എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ അവിടെ വിസിറ്റർ ആണ്, അവിടെ ഉള്ള ആളുകളാണ് ഇത് നമ്മളോട് പറയുന്നത്. സോ അത് എനിക്ക് അനുസരിക്കണം. ഒന്നത്. രണ്ട്, ഈ പറയുന്ന ബാക്കിലുള്ള തെറിവിളികൾ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു. അപ്പൊ സാഹചര്യം എന്തെന്നുള്ളത് എനിക്കും അറിയാം. Make sure he comes on the wise at 5:30 will be waiting. 5:30 p.m. UK time. Okay, Mother, we don't understand Malayalam, so English only, please. We just discuss. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ അവിടെ വന്നിരിക്കുന്നത് ഒരു വിസിറ്റിംഗ് വിസയിലാണ്. സോ ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു അഗ്രഷൻ എന്തെങ്കിലും സംഭവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് ഏതായാലും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു രീതിയല്ല. പക്ഷെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും നിന്റെ രീതി അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ എകഴ്ത്തിക്കൊണ്ട്, ഇസ്ലാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകരുടെ മുന്നിൽ ഇത് കാണിക്കാമായിരുന്നു എന്നാ നീ ധരിച്ചത്. അത് നടന്നില്ല എന്ന് പറയാ. ഇനി മേയേണ്ട ആവശ്യമൊന്നുമില്ല, മേഞ്ഞിട്ട് കാര്യമല്ല. കാരണം അത് മുഴുവൻ ലോകരുടെ കയ്യിൽ മുഴുവൻ ഇന്റർനെറ്റിൽ നിന്റെ സംസാരം എത്തിക്കഴിഞ്ഞു ആരിഫെ. നീ വള്ളം കുടിക്കുന്നതും ആൾക്കാർ കണ്ടു. ഇനി യുക്തിവാദികൾ വരെ നിന്നെ കുറിച്ചിട്ട് എന്താ പറയുന്നത് കാണുക. അത് കണ്ടതിന് ശേഷം യുക്തിവാദികൾ പറയുന്നത് എന്താണ്, ഇവനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. പച്ച നുണയൻ മാത്രമാണ്. ഇസ്ലാമിനെ ഇകഴ്ത്താൻ കിട്ടുന്ന ചാൻസ് ഇവൻ ഒഴിവാക്കൂല. അതുകൊണ്ടാണ് ഇവന്റെ വീഡിയോക്ക് നമ്മൾ മറുപടി പറയുന്നത്, അല്ലാതെ ഇവൻ വേറൊരു ഒന്നും ആയിട്ടല്ല. അപ്പൊ ഇവൻ ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് വേദനിക്കും. അപ്പൊ ഞാൻ ഇതിന് മറുപടി പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്റെ ധാരാളം വീഡിയോ വരാണ്ട്, അതിനൊക്കെ നമ്മൾ മറുപടി പറയും. എന്തുകൊണ്ട്? ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇസ്ലാമിനെ ഇകഴ്ത്താൻ നടക്കുന്നവനാണ്. അതുകൊണ്ട് ഇവന്റെ വാക്ക് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ മറുപടി പറയും. പിന്നെ ഇവനെ കുറിച്ചുള്ള അഭിപ്രായം യുക്തിവാദികളുടെ എന്താന്ന് അതുകൂടി കേൾക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തും. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇദ്ദേഹം ഒരു യുക്തിവാദിയാണ്, പ്രദീപ് മാവദേവൻ. ഇദ്ദേഹം എന്താണ് ആരിഫിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ഷാഫി മതമാണ് കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് സയനിസ്റ്റ് ഫണ്ടോടുകൂടി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയ ഒരു പൊട്ടൻ. അവൻ UK പോയി
തേഞ്ഞൊട്ടുമ്പോ മാനവീയപക്ഷം എന്ന് പറയുന്ന യുക്തിവാദികൾ അവർക്ക് കൂടെ ഓടിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നമ്മൾ അന്ന് ഡോക്കിൻസ് ബാധയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പോ ഇതില് മാനവീയപക്ഷ യുക്തിവാദം എന്ന് പറയുന്ന ഒരു യുക്തിവാദം ഇല്ല. മുസ്ലിം വിരുദ്ധ വംശീയതയും സംഘികൾക്ക് കൂടെ പിടിക്കുന്ന രണ്ട് മൂവ്മെന്റുകളെ ഇവിടെ ഉള്ളൂ. ഒന്ന് ഗുഡ് കോപ്പും മറ്റേത് ബാഡ് കോപ്പുമാണ്. ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു കുറ്റവാളിയെ ഇന്റർഗേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ബാഡ് കോപ്പ് ഉണ്ടായിരിക്കും. അവൻ വന്ന് ഭയങ്കര തെറിവിളിയും ഭയങ്കര ഇന്റിമിഡേഷനും ഓവർട്ടായിട്ടുള്ള ഭീഷണിയൊക്കെ ആയിരിക്കും. ഇത് ഇവന്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ പേടിപ്പിച്ച് കാര്യം പറയിപ്പിക്കുക എന്നുള്ള ഇതിലാണ്. ഇവൻ പോയി കഴിഞ്ഞിട്ട് ഇവനൊരു ഗുഡ് കോപ്പ് വരും, മാന്യനായ ഒരു കോപ്പ് തരും. ഞാൻ അവന്റെ കൂട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് നിന്നെ സ്നേഹമാണ് കേട്ടോ, ഞാൻ നിന്റെ കൂടാണ്, പക്ഷെ നീ നമ്മളോട് സഹകരിക്കണം, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര മോശം കേട്ടോ, അവന്റെ കൂട്ടൊന്നും അല്ല ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം ടോളറേറ്റ് ചെയ്യും, അപ്പം നീ കാര്യങ്ങൾ പറ. ഈ രണ്ട് വ്യക്തികളും ഗുഡ് കോപ്പ് ആയാലും ബാഡ് കോപ്പ് ആയാലും ഒരേ സിസ്റ്റത്തിന്റെ ഒരേ കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ അക്യൂസ്ഡിനെ കൊണ്ട് കാര്യം സമ്മതിപ്പിക്കുക. അത് തന്നെയാണ് ഈ കേരളത്തിലെ യുക്തിവാദത്തിൽ നടക്കുന്നത്. മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജബ്ബാർ മാഷ് ഇത് ഫ്രീയിൽ ചെയ്യുന്നു പറയുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇവന്മാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ട് ശരിയല്ലായിരുന്നു എന്ന് മാത്രമാണ്. അതായത് ഇതിന്റെ സോഷ്യൽ പ്രശ്നങ്ങളൊന്നല്ല ഇവരുടെ പ്രശ്നം. സാമൂഹികപരമായിട്ട് ഇത്തരം നറേറ്റീവുകളോ ഒരു വിഭാഗം മനുഷ്യർ ഇൻഫീരിയർ ആണ്, അവർക്ക് കൾച്ചറലി ഇൻഫീരിയർ ആണ്, അവര് ജനാധിപത്യത്തിൽ ചേരാൻ പറ്റാത്ത മനുഷ്യരാണ് എന്ന നറേറ്റീവിന് ഈ ആക്കം കൂട്ടുകയാണ് എന്നതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ആരിഫ് ഖുറാനിലുണ്ടോ എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്ട് അല്ല കേട്ടോ, ഫാക്ട് പറഞ്ഞില്ല എന്ന് മാത്രമാണ്. വേറൊരു മാനവീയപക്ഷ യുക്തിവാദിയുടെ പോസ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മ വന്നത് സിദ്ദിഖിന്റെ ഒരു മീമാണ്. കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ കലക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആരിഫ് ഇങ്ങനെ ചെയ്തു, ആരിഫ് നല്ലൊരു പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ആരിഫിനെക്കാളും നല്ലൊരു പെർഫോമർ ആണ് എന്നതാണ്. രാഷ്ട്രീയത്തിലല്ല ഇവരുടെ ഈ ഒരു വ്യത്യാസം നിൽക്കുന്നത്. ആരിഫ് എന്ന വ്യക്തിക്ക് ഈ ഒരു ഫെയിമും സംഭവം കിട്ടുന്നതാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയിൽ മാത്രമാണ്. ഒന്ന് ഓവേർട്ടായിട്ട് കണ്ണി കാണുന്നവരെല്ലാം നീ മുക്കാലല്ലേടാ, നീ ജിഹാദി അല്ലേടാ, നീ മമ്മദോളി അല്ലേടാ എന്നൊക്കെ പറയും. ഇതാണ് അവന്റെ രീതി. ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്, സംഘികളെ ഞാൻ വെറുക്കുന്നു, പക്ഷെ ഇസ്ലാം എന്നത് ലോക ഭീഷണിയാണ്, ഇസ്ലാമിന്റെ ഈ മദ്ഹബിലെ ഇന്ന ചാപ്റ്ററിൽ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കാവുന്നുണ്ട്, പക്ഷെ ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല കേട്ടോ. ഇതാണ് ഇവിടെ ചെയ്യുന്നത്.